Peace be upon you. This podcast is from Ahia Collective. For more, please visit www.ahiacollective.com. Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala alihi wa suhabihi ajma'in. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. صدق الله العلي العظيم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സക്കാത്ത് സീരീസിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും സക്കാത്തും അതുപോലെ പണത്തിൻ്റെ സക്കാത്തുമാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പണമായിട്ടുണ്ടായിരുന്ന രണ്ട് ലോഹങ്ങളായിരുന്നു സ്വർണവും വെള്ളിയും. പണമെന്ന് പറയുന്നത് വസ്തുക്കളുടെ വിലയെ പ്രതിനിധീകരിക്കുന്ന, വിലയെ മെഷർ ചെയ്യുന്ന, അതുപോലെ വിലയുടെ പകരമായിട്ട് നിൽക്കുന്ന ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ഒക്കെയാണ് പണം. അന്നുണ്ടായിരുന്ന പണങ്ങളാണ് ദീനാറും ദിർഹമും. ദീനാറ് സ്വർണമാണ്, ദിർഹം വെള്ളിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് 20 ദീനാർ ഉണ്ടെങ്കിൽ സക്കാത്ത് നൽകണമെന്നാണ്. ഒരു ദീനാർ എന്ന് പറയുന്നത് ഒരു മിത്കാൽ സ്വർണമാണ്. ഒരു മിത്കാൽ എന്നത് ഇന്നത്തെ അളവനുസരിച്ച് 4.25 ഗ്രാമാണ്. അരപ്പവനേക്കാൾ കുറച്ച് കൂടുതലാണ്. അത്രയുമുള്ള സ്വർണത്തിനാണ് ഒരു ദീനാർ അഥവാ ഒരു മിത്കാൽ എന്ന് പറയുന്നത്. റസൂൽ പറഞ്ഞത് 20 ദീനാർ ഉണ്ടെങ്കിലാണ് സക്കാത്ത് നൽകേണ്ടത്, അഥവാ 20 × 4.25 അഥവാ 85 ഗ്രാം. അതിൻ്റെ 2.5% സക്കാത്ത് നൽകണം. വെള്ളി നാണയം അഥവാ ദിർഹമിൻ്റെ കാര്യത്തിലാണെങ്കിൽ 200 ദിർഹം അഥവാ 200 വെള്ളി നാണയം ഉണ്ടെങ്കിലായിരുന്നു റസൂൽ സക്കാത്ത് നിർബന്ധമാക്കിയത്. ഒരു ദിർഹത്തിൻ്റെ വെള്ളിയുടെ ക്വാണ്ടിറ്റി ഇന്നത്തെ അളവനുസരിച്ചിട്ട് 2.975 ഗ്രാമാണ്. അതുകൊണ്ട് സക്കാത്ത് നിർബന്ധമാകുന്ന വെള്ളിയുടെ അളവ് 2.975 × 200 അഥവാ 595 ഗ്രാം ഇന്നത്തെ അളവനുസരിച്ച്. 595 ഗ്രാം വെള്ളിയോ 85 ഗ്രാം സ്വർണമോ ഒരാളുടെ കൈവശം ഉണ്ടെങ്കിൽ അയാൾ സക്കാത്ത് നൽകാൻ ബാധ്യസ്ഥനാണ്. ഒരാളുടെ കൈവശം വന്നതിന് ശേഷം ഒരു വർഷം അവിടുന്ന് അങ്ങോട്ട് എണ്ണണം. 12 ചന്ദ്രമാസം കഴിഞ്ഞാൽ അയാൾ സക്കാത്ത് നൽകണം. ഉദാഹരണത്തിന് ഒരാളുടെ കയ്യിൽ 50 ഗ്രാം സ്വർണമുണ്ട്, സ്വർണത്തിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ട്, അയാളപ്പോൾ സക്കാത്ത് നൽകണ്ട. അടുത്ത മാസം അയാൾ 50 ഗ്രാമിൻ്റെ മറ്റൊരു സ്വർണ്ണ ബിസ്ക്കറ്റ് കൂടെ വാങ്ങി, അപ്പോൾ അയാളുടെ കയ്യിൽ 100 ഗ്രാം സ്വർണ്ണ ബിസ്ക്കറ്റായി. എങ്കിൽ അദ്ദേഹം സക്കാത്ത് നൽകാൻ ബാധ്യസ്ഥനായി. അഥവാ അദ്ദേഹത്തിൻ്റെ സ്വർണത്തിൻ്റെ അളവ് നിസാബ് 85 ഗ്രാമാണ് മിനിമം വേണ്ടത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 100 ഗ്രാമുണ്ട്. ഇനി അദ്ദേഹം 12 മാസം കഴിഞ്ഞിട്ട് സക്കാത്ത് നൽകണം. എത്ര സ്വർണത്തിനാണ് സക്കാത്ത് നൽകേണ്ടത്? 12 മാസത്തിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം വീണ്ടും സ്വർണം വാങ്ങിയിട്ടുണ്ടാകാം. അങ്ങനെ വാങ്ങിയ സ്വർണമൊക്കെ കൂട്ടി ഏത് മാസം വാങ്ങിയാലും, സക്കാത്ത് നൽകുന്ന മാസത്തിന് തൊട്ട് മുമ്പുള്ള മാസം വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം കൂട്ടി മൊത്തം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 200 ഗ്രാം സ്വർണ്ണ ബിസ്ക്കറ്റുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹം അതിന് മൊത്തത്തിൻ്റെ 2.5% സക്കാത്ത് നൽകണം. ഇതുപോലെ തന്നെയാണ് വെള്ളിയുടെയും. 595 ഗ്രാം വെള്ളി ഒരാളുടെ കൈവശം വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മാസത്തിൻ്റെ കണക്ക് വെക്കണം. 12 ചന്ദ്രമാസം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മൊത്തം വെള്ളിയുടെ 2.5% സക്കാത്ത് നൽകണം. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മിനിമം ക്വാണ്ടിറ്റിയായ നിസാബ് ഒരാളുടെ കൈവശം വന്നു കഴിഞ്ഞാൽ അത് വർഷാവസാനം വരെ അത്രയും ക്വാണ്ടിറ്റി അയാളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എത്ര അധികം വന്നാലും കുഴപ്പമില്ല, പക്ഷേ ആ മിനിമം ക്വാണ്ടിറ്റിയുടെ താഴെ പോകാൻ പാടില്ല. ഉദാഹരണത്തിന് ഒരാളുടെ കയ്യിൽ 85 ഗ്രാം സ്വർണം വന്നു, പിന്നെ ഓരോ മാസവും സ്വർണം കൂടിക്കൂടി വന്നു. പക്ഷേ കുറച്ച് മുമ്പോട്ടെത്തി ഒരു 6 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ 85 ഗ്രാമിലും താഴേക്ക് പോയി അയാളുടെ കയ്യിലുള്ള സ്വർണം. അപ്പോൾ അയാളുടെ വർഷം അവിടെ നിന്ന് അങ്ങോട്ട് ബ്രേക്കായി. വർഷം ബ്രേക്കായതുകൊണ്ട് പിന്നെ എപ്പോഴാണോ 85 ഗ്രാം സ്വർണം അയാളുടെ കൈവശം വരുന്നത് അവിടെ നിന്ന് അങ്ങോട്ടാണ് വർഷത്തിൻ്റെ കണക്ക് വെക്കേണ്ടത്. 85 ഗ്രാം സ്വർണം വർഷം മുഴുവനും മിനിമം 85 ഗ്രാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടാകണം. എത്രയാണോ വർഷാവസാനമുള്ളത് അതിൻ്റെ മൊത്തത്തിൻ്റെ 2.5% നൽകേണ്ടത്. ഇനി സ്ത്രീകളുടെ ആഭരണത്തിൻ്റെ കാര്യം, ഷാഫി മദ്ഹബ് അനുസരിച്ചിട്ട് സ്വർണ്ണാഭരണങ്ങൾക്കും വെള്ളിയാഭരണങ്ങൾക്കും സ്ത്രീകൾക്ക് ഹലാലായ ആഭരണങ്ങൾക്ക് സക്കാത്തില്ല. പക്ഷേ വളരെ ധൂർത്തായിട്ട് സ്ത്രീകൾ ഉപയോഗിക്കുന്ന ആഭരണങ്ങളുണ്ടെങ്കിൽ, സാധാരണ രീതിയിൽ മിതമായൊരളവല്ലാതെ വളരെ വലിയ ഒരു അളവിലുള്ള, ഉദാഹരണത്തിന് ഒരു 100 ഗ്രാമിൻ്റെ പാദസരമോ ഒരു 50 ഗ്രാമിൻ്റെ വളയോ അങ്ങനെയൊക്കെയുള്ള വലിയൊരു ക്വാണ്ടിറ്റിയിലുള്ള വല്ലതും ആരെങ്കിലും ധരിക്കുകയാണെങ്കിൽ അതിന് സക്കാത്ത് നൽകണം. അതുപോലെ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന സ്വർണ്ണ വെള്ളി നിധിക്ക്, ഭൂമിയിൽ കുഴിച്ചപ്പോൾ പഴയ
സ്വർണത്തിൻ്റെയോ വെള്ളിയുടെ നിധി കിട്ടി, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഉടനെ തന്നെ 20% സക്കാത്ത് നൽകണം. വർഷം കാത്തു നിൽക്കേണ്ടതില്ല. മറ്റതിൻ്റെയൊക്കെ നിസാബ് നമ്മുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് സക്കാത്ത് നൽകേണ്ടത്. നിസാബ് ത്രൂ ഔട്ട് ദ ഇയർ മിനിമം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുകയും വേണം. ഇതാണ് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും സക്കാത്തിൻ്റെ കാര്യം. ഇതേപോലെ തന്നെയാണ് പണത്തിൻ്റെ സക്കാത്തും. കാരണം സ്വർണ്ണ വെള്ളി നാണയങ്ങളായിരുന്നു പണമായിട്ട് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് അബ്ബാസി കാലഘട്ടത്തിലും മറ്റുമൊക്കെയാണ് സ്വർണം വെള്ളി അല്ലാത്ത കോപ്പറിൻ്റെ, ചെമ്പിൻ്റെ നാണയങ്ങൾ വന്നത്. അതിനെ ഫുലൂസ് എന്നാണ് പറയുന്നത്. ഇത് മൂന്നുമാണ് ഇസ്ലാമിക ലോകത്തുണ്ടായിരുന്നത്, കോപ്പറിൻ്റെയും സ്വർണത്തിൻ്റെയും വെള്ളിയുടെയൊക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ബൈസൻ്റൈൻ്റെയും സസാനിദ് എംപയറിൻ്റെയൊക്കെ അവർ മിൻറ്റ് ചെയ്ത കോയിനുണ്ട്. മദീനയിലാണെങ്കിൽ മിൻറ്റ് ചെയ്തിട്ടില്ല. അമവി ഭരണകാലത്താണ് മിൻറ്റ് ചെയ്യുന്നത് കോയിന്. അതുവരെ മിൻറ്റ് ചെയ്യാത്ത അതിൻ്റെ തൂക്കം നോക്കിയിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. മിൻറ്റ് ചെയ്തതും തൂക്കം നോക്കിയിട്ട് രണ്ടും റസൂലിൻ്റെ കാലത്ത് ഉപയോഗിച്ചിരുന്നു. പണമെന്ന് പറയുന്നത് ഈ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും അപ്പുറത്ത് നമ്മൾ ഇന്ന് പണമായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ക്യാഷ്, കറൻസികൾ, ബാങ്ക് ഡെപ്പോസിറ്റ്, അതുപോലെ തിരിച്ചു കിട്ടുന്ന നമുക്ക് കടങ്ങൾ, മറ്റ് പലതരത്തിലുള്ള ഡെപ്പോസിറ്റുകൾ, റിസർവുകൾ എല്ലാം ഉൾപ്പെടെ ക്യാഷായിട്ട് നമ്മുടെ കയ്യിലുള്ളതെല്ലാം 595 ഗ്രാം വെള്ളിയുടെ വിലക്ക് തുല്യമായിട്ട്, അതായത് 38,730, 4 ഏപ്രിലിൻ്റെ റേറ്റ് എടുക്കുകയാണെങ്കിൽ 38,730 രൂപക്ക് തുല്യമായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ കയ്യിൽ സക്കാത്ത് കൊടുക്കേണ്ട മിനിമം എമൗണ്ട് വന്നു, നിസാബ് വന്നു. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് എണ്ണണം. ഒരു വർഷം കഴിഞ്ഞാൽ, ഒരു വർഷം കഴിഞ്ഞിട്ട് എത്രയാണോ നമ്മുടെ കയ്യിലുള്ളത് അതിൻ്റെ 2.5% കൊടുക്കണം. പക്ഷേ ആ വർഷത്തിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മുടെ ഈ മൊത്തം സമ്പാദ്യം, മൊത്തം ക്യാഷ്, ബാങ്ക് ഡെപ്പോസിറ്റ്, കടങ്ങൾ എല്ലാം ഉൾപ്പെടെ, തിരിച്ചു കിട്ടുന്ന കടങ്ങൾ അതൊക്കെ ഉൾപ്പെടെ 38,730ൻ്റെയും താഴെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇയർ അവിടെ നിന്ന് ബ്രേക്കായി. പിന്നെ എപ്പോഴാണോ ഈ നിസാബ് 595 ഗ്രാം വെള്ളിയുടെ എമൗണ്ടിൻ്റെ അത്രയും നമ്മുടെ കയ്യിൽ വരുന്നത് അവിടെ നിന്ന് അങ്ങോട്ടാണ് പിന്നെ കണക്ക് വെക്കേണ്ടത്. കണക്ക് വെച്ച് വർഷാവസാനത്തിൽ എത്രയാണോ നമ്മുടെ കയ്യിൽ മൊത്തം അപ്പോൾ ഉള്ളത് അതിന് മൊത്തത്തിൽ കൊടുക്കണം. ചിലപ്പോൾ സക്കാത്ത് കൊടുക്കുന്ന മാസത്തിൻ്റെ തൊട്ട് മുമ്പിലത്തെ മാസം വലിയൊരു എമൗണ്ട് വന്നിട്ടുണ്ടാകാം. എങ്കിലും അതുകൂടെ ഉൾപ്പെടെ മൊത്തം എത്രയാണോ ഉള്ളത് അതിൻ്റെ 2.5% സക്കാത്ത് നൽകണം. ശമ്പളമൊക്കെ വാങ്ങുന്ന ആളുകളാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരു 30,000 ശമ്പളം വാങ്ങുന്ന ആൾ, ആദ്യത്തെ മാസം 30,000 ശമ്പളം കിട്ടിയത്. അപ്പോൾ നിസാബിൻ്റെ എമൗണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. രണ്ടാമത്തെ മാസവും ശമ്പളം കിട്ടി 30,000. പക്ഷേ ആദ്യത്തെ മാസം 30,000-ൽ ഒരു 20,000 ചിലവായി പോയിട്ടുണ്ടെങ്കിൽ ബാക്കി 10,000 ഉള്ളൂ. 40,000 ഇപ്പോൾ കയ്യിലുണ്ട്. അപ്പോഴും നിസാബ് എത്തി. 38,730 പുതിയ കറണ്ട് റേറ്റ്. പിന്നെ അങ്ങോട്ട് 12 മാസം എണ്ണണം. ഈ 12 മാസത്തിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും 38,730 താഴെ പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇയർ അവിടെ നിന്ന് ബ്രേക്കായി. പക്ഷെ അങ്ങനെ ഒരു ഘട്ടത്തിലും താഴെ പോയിട്ടില്ല. അദ്ദേഹത്തിന് റിസർവായിട്ടും കടം കൊടുത്തതായിട്ടും ഡെപ്പോസിറ്റായിട്ടും ഒക്കെ ഈ ഒരു എമൗണ്ട് ചുരുങ്ങിയതുണ്ടെങ്കിൽ 12 മാസം കഴിഞ്ഞിട്ട് അദ്ദേഹം മൊത്തം കണക്ക് നോക്കണം. അപ്പോൾ എത്രയാണുള്ളത്, അതിൻ്റെ ഇടയിൽ ചിലവാക്കി പോയതല്ല, അപ്പോൾ ഉള്ളത്, കൊടുത്ത കടം ഉൾപ്പെടെ അപ്പോഴുള്ളത് മൊത്തം നോക്കിയിട്ട് അതിൻ്റെ 2.5% സക്കാത്ത് നൽകണം. ഇനി കിട്ടാക്കടമാണെങ്കിൽ അതെന്തെങ്കിലും കിട്ടുമെങ്കിൽ കഴിഞ്ഞ എല്ലാ വർഷത്തെയും ഒരുമിച്ചിട്ട് അത് കിട്ടുമ്പോൾ കൊടുത്താൽ മതി. ഇത്രയുമാണ് പണത്തിൻ്റെ സക്കാത്തിനെക്കുറിച്ച് പറയാനുള്ളത്. അടുത്ത എപ്പിസോഡിൽ ഇൻഷാ അല്ലാഹ് കാർഷിക വിളകളുടെ സക്കാത്തിനെക്കുറിച്ചും മറ്റും പറയാം. വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.